യദു പിന്നീട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യദുവിടെ ആര് പറഞ്ഞു? ശരണ എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴും? സർജറിയുടെ തലേന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ അവളുടെ കൂടെ ഉണ്ട് സർജറി. അവിടെ ബൈസ്റ്റാൻഡർ നിർത്തത്തില്ല ശ്രീചിത്രയിൽ. പക്ഷേ പ്രത്യേക ഒരു റിക്വസ്റ്റ് വാങ്ങിയിട്ട് ഗണേശേട്ടനൊക്കെ ഇടപെട്ട് പ്രത്യേക ഒരു റിക്വസ്റ്റ് മേടിച്ചിട്ട് എന്നെ അവിടെ നിർത്തി. ഞാൻ അവളുടെ കൂടെ ഉണ്ട്. എപ്പോഴും ഇവളെ യദുവിനെ വിളിച്ചു, എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയോ അവൾ വിളിച്ചിട്ട് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മക്ക് നിങ്ങളൊരു അമ്മയെ വിളിക്കണം, എൻ്റെ അമ്മക്ക്. അന്ന് ഇവർ പൊടിക്കുഞ്ഞുങ്ങളാണ്, അനിയത്തി അനിയനും പഠിക്കുന്നതാണ്. എൻ്റെ അമ്മക്ക് നിങ്ങളൊരു താങ്ങായി നിൽക്കണം. എനിക്ക് ഉറപ്പില്ല ഇത് ചേട്ടാ ഞാൻ തിരിച്ചു വരുമെന്ന്. അവളങ്ങനെ പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട്, പക്ഷേ സർജറി കഴിഞ്ഞു 3-ാം ദിവസം വാർഡിലേക്ക് മാറ്റി. ഡോർഡായി എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. സംസാരശേഷി നഷ്ടപ്പെടും. അവൾ ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു അതിനെ പറ്റിയിട്ട് ആ സമയത്ത്. അപ്പം ബ്രെയിൻ്റെ ഓർമ്മശക്തി പോവും, സംസാരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡാണ് അവൾക്ക്. അപ്പോൾ റൈറ്റ് സൈഡ് തളർന്നു പോവും. ഇതെന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ശരണ്യെ കിട്ടിയാൽ തന്നെ കിട്ടത്തില്ല. ഒരു കുഴപ്പമില്ല. ICU ഒന്നിനും 2-ാം ദിവസം ഞങ്ങൾ കാണാൻ പോകുമ്പോൾ ടാറ്റ പറയാണ്. ഞാൻ വിളിക്കുകയാണ് ICU എന്ന്. സിസ്റ്റർമാരെ, ഇവളോട് എല്ലാവർക്കും ഒരു സ്നേഹമാണ്. സിസ്റ്റർമാരെ ഫോൺ വിളിച്ചിട്ട് എന്നെ വിളിക്കും. അമ്മ നമ്മളവിടെ ICUവിൽ നിർത്തത്തില്ലല്ലോ. ഞാൻ കഞ്ഞി പിടിച്ചമ്മ. 2-ാം ദിവസം പറയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഈശ്വരന്മാരോട് ഇനി യൂണിവേഴ്സലിനോട് എനിക്ക് നന്ദി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാനായിരിക്കും. അത്രയും ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ മോളെ എനിക്ക് തിരിച്ച്, അവളിനി അഭിനയിക്കണ്ട, എവിടെയും പോകണ്ട. എനിക്ക് എൻ്റെ മോളെ, ഞാൻ വീട്ടു ജോലി ചെയ്തിട്ടല്ലേ, ഞാൻ പോയിട്ടുണ്ട് വീട്ടു ജോലിക്കൊക്കെ. വീട്ടു ജോലി ചെയ്തിട്ടല്ലേ എൻ്റെ മോളെ ഞാൻ നോക്കൂ. എൻ്റെ മോളെ ഇനി എവിടെയും പോകണ്ട ഇങ്ങനെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് പോകണം. അവൾക്ക് ഞാൻ ലേറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും കുഞ്ഞിന് വന്നത്. ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. പലരും എന്നോട് പറയുന്നത് അഭിനയിക്കാനൊന്നും അയക്കണ്ട, ലേറ്റൊക്കെ അടിക്കുമ്പോൾ തലക്കൊക്കെ ഇത് വരും, പോകാമായിരിക്കും, ലേറ്റ് ഒന്നും അടിച്ചിട്ടൊന്നുമല്ല. അവൾ 1 മാസം കഴിയുമ്പോഴൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കും, അതിന് പോവും. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യും. അവൾക്ക് യാതൊരു ഇതുമില്ല. അവൾ ഹാപ്പി, ഇത് വരില്ല. പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് പല വേരിയേഷൻസും, RCC ഒരു വേരിയേഷൻ, നിംഹാൻസ് ഒരു വേരിയേഷൻ, ഈ തലയിൽ നിന്ന് എടുക്കുന്ന സ്പെസിമെൻ ആ ബ്ലോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആസ്ട്രോബ്ലാസ്റ്റോമാന്ന് വരുന്നു, മെറ്റാസ്റ്റാറ്റിക് കാർസിനോമാന്ന് വരുന്നു. ഞാനിതൊക്കെ പറയുന്ന കേട്ടിട്ട് അമൃതിയിലൊരു മാഡം എന്നോട് ചോദിച്ചു, എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10-ാം ക്ലാസ് വരെ. പക്ഷെ ഇല്ല, മെഡിസിനൊക്കെ പഠിച്ചതുപോലെയാണല്ലോ പറയുന്നത്. കാരണം ഇത് കണ്ട് ഇവളെ സ്കാനും കണ്ട് പഠിക്കുന്നതാണ് ഇതൊക്കെ, ഈ അസുഖത്തിന്റെ പേരൊക്കെ. അപ്പോൾ അങ്ങനെ പല വേരിയേഷൻസും വന്നു. അഭിനയിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ. കുഴപ്പമൊന്നുമില്ല, അഭിനയിച്ചോളാം, ശരണ്യൊക്കെ ഇനി ഇത് വരില്ല. ഓക്കെ. പക്ഷെ എന്നിട്ടും പിന്നെ ഇവര് 2ാമത് കറക്റ്റ് സ്വാതി സീരിയലിന് ഇവളെ കട്ട് ചെയ്തു. കാരണം ആർട്ടിസ്റ്റിനെ മാറ്റി, റീപ്ലേസ് ചെയ്തു. അത് മാറ്റി കഴിഞ്ഞപ്പോൾ മറ്റേ ഭാവചിത്ര ജയകുമാർ സാറ്, ഹിറ്റ് സീരിയൽ കുങ്കുമപ്പൂവ്, ചന്ദ്രമഴ, അന്നേരം ചന്ദ്രമഴ ഇവിടെ തുടങ്ങിയിട്ടില്ല. സാറ് ശരണ്യെ വിളിച്ചു. ഇങ്ങനെ ഹീറോയിനായിട്ടാണ് തമിഴ് സീരിയൽ ചന്ദനമഴയുടെ ദൈവം തന്ന വീട്, ചന്ദനമഴയുടെ തമിഴ് പതിപ്പ് അതാണ്. പിന്നെ ചന്ദനം അത് ഹിന്ദിയിൽ സാത്തിയ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു സീരിയലാണ്, ഭയങ്കര ഹിറ്റായിട്ട്. അത് തമിഴിലെടുക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ സീരിയൽ ഹീറോയിനായിട്ട് സീതാറാം, അങ്ങനെ നായകനും നായിക. അപ്പോൾ ആ ക്യാരക്ടറിന് സാറ് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അസുഖങ്ങളൊക്കെ അവന് റിക്കവറായി. പക്ഷെ മുടി ഈ ഭാഗത്തുനിന്ന് മാത്രമേ കുറച്ച് എടുത്തുള്ളൂ. അത് ഇവർക്ക് ഇങ്ങനെ കവർ ചെയ്തിടാൻ പറ്റും. ആ സർജറി ഉള്ള ഭാഗത്തുനിന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഓപ്പൺ സർജറി, ഭയങ്കര. അപ്പോൾ കവർ ചെയ്തിടാൻ പറ്റും. അങ്ങനെ ആ സീരിയലിൽ പോയി. അതിനും അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ തന്ന് ചെന്നൈയിൽ പോവുക വരിക. പുള്ളിക്കാരി ആ അസുഖം വന്നെന്നുള്ളതേ മറന്നു, ഭയങ്കര ഹാപ്പിയായി. പക്ഷെ അവിടെ നിന്ന് കറക്റ്റ് ഈ സീരിയൽ നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 12 മാസം, കറക്റ്റ് 12 മാസമാണ് ഈ റെക്കറൻറ്റ് വരിക. അവിടെ നിന്ന് ഫിക്സ് വന്ന് സാറ് എന്നെ, അന്ന് സാറുണ്ടായിരുന്നു അവിടെ, സാറല്ല പ്രൊഡ്യൂസർ, സാറ് എന്നെ അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ഒരു ദിവസം ചെയ്തു. CT എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് 2 മാസം വീണ്ടും അഭിനയിച്ചു. CT എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫിക്സിന് ഗുളിക കഴിക്കുന്നുണ്ട്. ആ ഗുളികേരെ പിന്നെ ഉറക്കം ഒഴിഞ്ഞ് രാത്രിയൊക്കെ ഷൂട്ടിംഗ് ആണല്ലോ. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേക സുധാ ചന്ദ്രൻ മാഡമാണ് അമ്മായിയമ്മയായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവരും സുലക്ഷണ എന്ന് പറയുന്ന പഴയൊരു നടിയുണ്ട്, മമ്മൂക്കയിലൊക്കെ നായികയായിട്ട്. എല്ലാവരും നല്ലൊരു കമ്പനിയാണ്. അപ്പം അങ്ങനെയാണ് അവിടെ നിന്ന് ഈ 2ാമത് ഈ റെക്കറൻറ്റ് വരുന്നത്. ഈ റെക്കറൻറ്റ് 2ാമത് വന്നു. പിന്നെ അവിടെ നിങ്ങൾ കണ്ടിന്യൂ അഭിനയങ്ങളൊക്കെ പോകാൻ പറ്റാതെ ഇങ്ങനെ വരികയാണ്. പക്ഷെ എങ്കിലും സീമയുടെ കാര്യം പറയാം. സീമ വന്നത് നമ്മൾ ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ സീമ ഇങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ കാണാൻ വരുന്നുണ്ട്. പിന്നെ അന്ന് നമുക്ക് ആരുടെയും സഹായങ്ങളൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. കാരണം അത്യാവശ്യം അവൾ അഭിനയിച്ച പൈസ തന്നെ കയ്യിലുണ്ട്. പിന്നെ ജയകുമാർ സാറും അത്യാവശ്യം നന്നായിട്ട് സഹായിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിയ ശ്രീചിത്രയിൽ അറിയാലോ, ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ കാര്യം കഴിയും.
അപ്പോൾ അതുകൊണ്ട് വലിയൊരു എമൗണ്ട് വേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അഭിനയിക്കാനും തുടങ്ങില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സീമ ഇങ്ങനെ വന്നപ്പോൾ കാണാൻ വന്നതാണ് ഒരു ടെഡി ബിയറും കൊണ്ട്. അത് ഈ ലാസ്റ്റ് നിമിഷം വരെ അവൾ സൂക്ഷിച്ചിരുന്ന ടെഡി ബിയർ, ഒരു റെഡ് കളർ വൈറ്റ് കളറും ആയിട്ടുള്ള കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ സാമ്പത്തികമൊക്കെ എങ്ങനെ? ശരണ്യയുടെ അച്ഛനൊക്കെ നല്ല ഇതിലാണല്ലോ. സീമ ചോദിച്ചാണ്. അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോഴാണ് ശരണ്യ, ഞാൻ പറഞ്ഞു സീമ സംഗതി ഈ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് സീമ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ അന്ന് യാതൊന്നും ഒരു ഇതും ഇല്ലാതെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയാതെ സീമ പോയി. പക്ഷെ സീമയുടെ കാര്യത്തിൽ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. പലചരക്ക് സാധനങ്ങൾ, അരി, ചായപ്പൊടി, പഞ്ചസാര, എന്തൊക്കെ വേണം, ഫ്രൂട്ട്സ് വേണം. ഇതൊക്കെ ആരാ? എനിക്കറിയില്ല ആരാ. എന്നാൽ എന്നെ കൂടെ പിറക്കാതെ പോയാൽ കൂടെ പിറന്നതോ എന്താണ് പേര് പറയണ്ടേ? ശരണ്യ പറഞ്ഞിരുന്നത് ജന്മം കൊണ്ടെങ്കിലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ അമ്മയാണ് സീമ ചേച്ചി. ആരോ ആണ്, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇപ്പോഴും നിങ്ങൾ അന്ന് വീഡിയോ എടുത്തപ്പോഴോ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ സീമയെ കുറിച്ചിട്ട്. പക്ഷെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, പ്രശസ്തിക്ക് വേണ്ടി അങ്ങനെ വേണ്ടി. അപ്പോൾ ഞാനും ചിന്തിക്കും, ആണോ? എൻ്റെ പൊട്ട മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. അതിന് അപ്പം തന്നെ ഞാൻ ദൈവത്തോട് സോറി പറയും. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? മനസ്സിലായില്ലേ? വാങ്ങി ചെയ്തു എന്നൊക്കെ പറയുമ്പോഴറിയുന്നല്ലേ, ഇതൊക്കെ ആരറിയുന്നല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി നമുക്ക് ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്നും ഉപയോഗിക്കാൻ വാക്കുകളില്ല. വീട്ടിലേക്ക് വേണ്ടുന്ന എന്തൊക്കെ ഞാൻ അതാ പറഞ്ഞ, സ്വന്തം ബന്ധങ്ങൾ പോലും പണത്തിന്റെ അളവ് പോലും വെച്ചിട്ട് മനുഷ്യനെ അളക്കുകയാണ്. അറിയാലോ, ഞാൻ ഒരു കാര്യം പറയാം, കടലിൽ നമുക്ക് ഒരുപാട് വെള്ളമുണ്ട്. നമുക്ക് ദാഹം വന്നാൽ അതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില് ഈ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വീട്ടിൽ ചായപ്പൊടി മുതൽ എന്തൊക്കെയുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ എല്ലാം മേടിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോഴോ ഉണ്ടോന്ന് എന്റെ പൊന്നെ ചോദിക്കും. അപ്പൊ അന്ന് മുതലുള്ള പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം സർജറിക്ക് വരുമ്പോ പുള്ളിക്കാരിയാണ് വെളിയിൽ നിൽക്കുന്നത്. ഈ സൈൻ ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഞാനുള്ളൂ, കൺസൾട്ടന്റ്. ബാക്കി ഡോക്ടറോട് സംസാരിക്കുന്നതും എല്ലാ സർജറിക്കും ആളുണ്ട്. പിന്നെ ഗുരുവായൂർ തുലാഭാരം തൂക്കാൻ നേർച്ചയാക്കി ഒരു ദിവസം വിളിക്കുന്ന, ചേച്ചി ശരണ്യക്ക് ഞാൻ തുലാഭാരം തൂക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അവിടെ വരണം. ഇനി എവിടെയാ കൊണ്ടുപോകണം ഞങ്ങളെ? എല്ലായിടത്തേക്കും കൊണ്ടുപോകും. അത് സ്വന്തം കയ്യിലെ പൈസ, അതൊന്നും ആരുടെ. ഇപ്പോൾ ഈ ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടത് സീമ വളരെ കരഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടത്. കാരണം പുള്ളിക്കാരി ആദ്യം 1-2 പേരോട്, സീമ 5 മാസം കൊണ്ട് ശരണ്യക്ക് വീണ്ടും റെക്കറൻറ്റ് വന്നു, കയ്യിലൊന്നുമില്ല സീമ, ഇതാണ് അവസ്ഥ. 1-2 പേരോടൊക്കെ സീമ വേണ്ടപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നല്ല മറുപടിയല്ല കിട്ടിയത്. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു മെസ്സേജ് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സീമ അത് വേണോ? നമ്മൾ പലരതും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ശരണ്യെ പോലെ ഒരാൾ അങ്ങനെ ഒരു മെസ്സേജ് ഇടുമ്പോൾ അവർക്കതൊരു വിഷമാവും. പിന്നെ എന്ത് ചെയ്യും ചേച്ചി? എന്നാൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താ ചെയ്യുന്നിട്ട് ആണ്. ദേഷ്യപ്പെട്ട ഭയങ്കര ദേഷ്യവുമാണ്. കുറച്ച് സമയത്തേക്ക് ദേഷ്യപ്പെട്ടവർ അങ്ങനെ ഫോൺ വെച്ചിട്ട് പിന്നെയും ഞാൻ വിളിച്ച് പറഞ്ഞു, സീമ ശരണ്യെ കാണിക്കണ്ട, അവളെ ലൈവായിട്ട് കാണിക്കാതെ നമുക്ക് അവസ്ഥ പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം. അവസ്ഥ എന്നതാണ്, അവളെ ലൈവായിട്ട് കാണിക്കുമ്പോൾ അവൾക്കൊരു വിഷമം വരും. ഞാൻ ഈ ഒരു അവസ്ഥ വരെ എത്തിപ്പെട്ടല്ലോ, എല്ലാവരോടും സഹായം അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിൽ എന്നെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി ഞാൻ ഈ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവളെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചിടുമ്പോൾ അവളെ മാനസിക വേദന നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ അത് വേണ്ട സീമ എന്ന് പറഞ്ഞപ്പോൾ സീമ ഒരു കാര്യം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കഥയൊക്കെ സീമ പറയും. ഞാൻ പറഞ്ഞതിനേക്കാളും സീമ പറഞ്ഞതാണ് അതൊക്കെ നല്ലത്. ഇത്ര നേരം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീമ ചേച്ചിനെ കുറിച്ചാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരിലേക്ക് എത്തിയതും അല്ലെങ്കിൽ ഇത്രയും ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞത് സീമ ചേച്ചിയുടെ വാക്കുകളിലൂടെയായിരുന്നു പലപ്പോഴും. ഇന്ന് ആക്ച്വലി ഇന്നിവിടെ വരുമ്പോ പലരുടെയും അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സീമക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളത്, പക്ഷെ ഇതിന്റെ പിന്നാലെ അടക്കാൻ വേറെ പണിയൊന്നുമില്ലേ വകവയ്ക്കാതെയാണ് ഒരു പക്ഷേ സീമ ചേച്ചിയെ വേണ്ടി ആക്ച്വലി നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. ഇന്ന് അവസാനം സോഷ്യൽ മീഡിയയിൽ സൂരജ് പാലക്കാരൻ വിളിച്ച് പിന്നെ മനോജും ഉണ്ട്, ആളുടെ ഒരു ഫ്രണ്ട്, അങ്ങനെ വിളിച്ചിട്ട് സീരിയലിന്റെ മറ്റേ വാനമ്പാടി സീരിയലിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അപ്പൊ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ മരിച്ചുപോയി ആദിത്യൻ ഡയറക്ടർ, അയാളെ കുറിച്ച് സീമ 100 നാവാണ് പറയുന്നത്. ഈ ശരണ്യയുടെ കാര്യത്തിലൊക്കെ പുള്ളി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലരോടും പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോഴും സീമക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം സീമ ചേച്ചി കൂടെ ഇങ്ങനെ വേണ്ടപ്പെട്ടവരെ നന്ദു പോയപ്പോൾ നന്ദു മോനാണ്, നന്ദുവിനും അമ്മയാണ്, സീമാമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്കാരി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ട് കുറച്ച് സാമ്പത്തിക കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സീമ മതി, പൈസയൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്,
10-25 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ വന്നു. ചേച്ചി ഒരു വീട് വേണ്ടേ, ഈ വീട് ഞാൻ സീമ വീട് എന്തിനേ, എനിക്ക് വീടൊന്നും വേണ്ട, എൻ്റെ മോളെ അസുഖം മാറിയാൽ മതി, പൈസ മതി നമുക്ക്. ചേച്ചി ഒരു വീട് വേണം. ചേച്ചി എത്ര കാലം ഈ കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക്, വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക് നിൽക്കും, ഈ കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക് പോകുമ്പോൾ വീട് കിട്ടണ്ടേ, അപ്പം ചേച്ചി ഒരു വീട് വേണം. അങ്ങനെ സീമ ഫ്ലവേഴ്സ് ചാനലിൽ പോയി. അവിടെ നിന്ന് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു ചാനലിൽ നിന്ന്. അങ്ങനെ ടിനിട്ടോ, അങ്ങനെ ആ ടിനിട്ടോമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഫിറോസ് കുന്നുംപറമ്പലിൻ്റെ നമ്പർ കിട്ടി. സീമ തന്നെയാണ് ഫിറോസിനെ വിളിച്ച്, ഫിറോസ് വന്ന് ഫിറോസും കൂടി ഒരു മെസ്സേജ് ഇട്ടപ്പോൾ കുറച്ച് ഫിറോസിൻ്റെ വാക്കിന് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ കുറച്ച് പൈസ അധികം കിട്ടിയപ്പോൾ ഈ വീട് ഉണ്ടാവുക സ്നേഹസീമ എന്ന് പറഞ്ഞ വീട്, അതാണ് സ്നേഹസീമ എന്നാണ് അതിന് പേരിട്ടത്. പേര് ശരണ്യാണ് ഇട്ടത്. സ്നേഹസീമ എന്നുള്ള പേര് വരാൻ ഇങ്ങനെ ഒരു വീട് എനിക്കും വേണമെന്നില്ല, ശരണ്യക്കും വേണമെന്നില്ല. കാരണം നമ്മൾ ചികിത്സക്കാണ് സഹായം ചോദിക്കുന്നത്. പിന്നെ അത്യാഗ്രഹമല്ലേ ഒരു വീട് വന്നപ്പോൾ ഒരു 950 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് നമ്മുടെ വീട് മനസ്സിലുണ്ടായിരുന്നത്. അപ്പം US-ലൊക്കെയുള്ള 1-2 സീമയുടെ ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് ശരണ്യക്ക് കുറച്ചുകൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരുടെ പേര് പുറത്ത് പറയണ്ട, അവർ കൂടെ കുറച്ച് അവർക്ക് ഇഷ്ടമല്ല, സഹായിക്കുന്നത് പുറത്ത് പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് പൈസ അവരും എക്സ്ട്രാ സഹായിച്ചതുകൊണ്ടാണ് 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 1400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ശരണ്യയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് വെച്ചത്. ശരണ്യയുടെ എല്ലാ ദുരവസ്ഥകളിലും ഒപ്പം നിന്ന ആളാണ് സീമ. സീമയുടെ കൈപിടിച്ചാണ് ശരണ്യ കൂടുതലും ജീവിച്ചത്, ലോകം കണ്ടത് ഒക്കെ. ഒരു രോഗിയോടെന്ന പോലെയല്ല, ഒരു മകളോടെന്ന പോലെയാണ് സീമ എന്നും ശരണ്യയോട് പെരുമാറിയിട്ടുള്ളത്. ആ കുടുംബത്തിന് ഒരു വീടൊരുക്കിയതും സീമ തന്നെയാണ്. ഇപ്പോൾ ശരണ്യയുടെ വേർപാടിനെ കുറിച്ച് ശരണ്യയുടെ അമ്മ വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുകയാണ്. തനിക്ക് വീടൊന്നും വേണമായിരുന്നുവെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു എന്നാണ് ശരണ്യയുടെ അമ്മ പറയുന്നത്. വീട് വേണമെന്നേ ഇല്ലായിരുന്നു, എനിക്ക് ശരണ്യ മാത്രം മതിയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നുവെങ്കിൽ ശരണ്യ മരിച്ച ശേഷം ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ആ വാടക വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നേനെ. ഇത് സ്വന്തം വീടായതുകൊണ്ടാണ് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തം വീടല്ല, വാടക വീടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സീമയുടെ സ്വന്തം വീട്ടിലേക്ക് ശരണ്യയുടെ ശരീരം കൊണ്ടുപോയേനെ, ആ ജീവന്റെ ശരീരം കൊണ്ടുപോയേനെ.